ഹലോ കൂട്ടുകാരെ, ഞാനിന്നൊരു പുതിയൊരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാണുമല്ലോ നമ്മുടെ പാവയ്ക്ക, കൈപ്പയ്ക്കയില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പുതിയൊരാളല്ല, എല്ലായിടത്തും കാണും. എങ്കിലും എൻ്റെ വീട്ടിലുള്ള ഒരാളെ ഞാൻ കാണിച്ചു തരാണ്. ഒരു ഇത്തിരി കുഞ്ഞിനായിട്ടുള്ള പാവയ്ക്ക. അപ്പം അയാളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. കണ്ടോ, ഇത്രയുള്ള ആൾ. ഇതിൽ നിന്നും കുറച്ചും കൂടി ഒന്ന് വലുതാവുമെന്നല്ലാതെ അതിൽ വലിയ വലിപ്പത്തിലൊന്നും ഇയാൾ വരില്ല. അയാൾ ഇത്രേ ആവത്തുള്ളൂ. അപ്പം അയാളെ ഒന്ന് പരിചയപ്പെടുത്താൻ വന്നതാണ് ഞാൻ. അപ്പോൾ ഇതിനകത്തൊക്കെ നിറയെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾ ഒരുപാട് ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഉണ്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറയെ പാവലിനകത്ത് നിറയെ പിടിക്കുന്നുണ്ട്. ഒളിച്ച് നിൽക്കുന്നുണ്ട് ഓരോരുത്തന്മാരിങ്ങനെ അവിടെ ഇവിടെയായിട്ടൊക്കെ ഇങ്ങനെ ഒളിച്ച് നിൽക്കുക. ഇവന്മാരെ നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കണം. മറ്റേ നമ്മുടെ വലിയ പാവയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോഴേ ഞാൻ ദാണ്ടേന്നും പറഞ്ഞ് നിൽക്കും. പക്ഷേ ഇതങ്ങനല്ല, ഇവരെ നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ എൻ്റെ പഴുത്ത പാവയ്ക്ക ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊട്ടി അതിനകത്തുനിന്ന് അതിൻ്റെ ആ കുരുവൊക്കെ അങ്ങ് പുറത്ത് വരും. ഇപ്പോൾ തന്നെ തൊലി ഇങ്ങനെ ഇളകിയിരിക്കുകയല്ലേ. അപ്പോൾ ഇത് ഇത്രേ ആവത്തുള്ളൂ. മാക്സിമം ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഉണ്ടോ, അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടോ, അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ നമ്മുടെ സാധാ പാവയ്ക്കയിൽ നിന്നും കുറച്ചും കൂടി കയ്പുണ്ട്. കയ്പ് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഷുഗറുകാർക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല. അപ്പം ഇത്രയും പാവയ്ക്ക അതിനകത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പാവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിലിടാൻ കുറച്ച് മുളകും കൂടി ആയാലോ. അപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് നീല കളറിലുള്ള മുളക് നിൽപ്പുണ്ടേ. അപ്പം എന്താണ്ടോ, അവന്മാരും ഇതുപോലെയാണ്. അവന്മാർ ഒളിച്ചാണ് നിൽക്കുന്നത്. മുളകിൻ്റെ താഴെ ഭാഗത്തൊക്കെയാണ്, ആ ചെടിയുടെ താഴെ ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. അപ്പം ആദ്യം 2 മുളക് കുട്ടന്മാരെയും കൂടെ നമുക്കങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം. അവിടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. അപ്പം കുറച്ച് മുളക് കുട്ടന്മാരെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇത്തിരി കുഞ്ഞും പാവയ്ക്കകളെയും കൂടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. പക്ഷേ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടത്തില്ല, അത് പിന്നീട് കാണിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.